അപ്പൊ ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് അപ്പൊ പറഞ്ഞുതരാം. ബ്രേക്ക് വാട്ടർ ഉണ്ടാക്കിയേക്കാണ്. വരുന്ന ഹൈ സീ വൈവ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ, ഡൗൺ ടൗൺ ഏരിയനെ, കോർണിഷ് ഏരിയനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യലി 2009 ക്രിയേറ്റ് ചെയ്തതാണ് ആ ഐലൻഡ്. ഓക്കെ, യെസ്. അപ്പൊ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ല, അബുദാബി സിറ്റിയിൽ നമ്മൾ എത്തി. അബുദാബി സിറ്റിയാണ്. നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഒരു ബിൽഡിംഗ് കണ്ടോ? ബ്ലൂ കളറിൽ കാണുന്നുണ്ടോ? എല്ലാവർക്കും കാണുന്നുണ്ടോ? ഈ ബ്ലൂ കളറിലെ ബിൽഡിംഗ് കണ്ടോ? ഇത് കണ്ടോ? ആ ബ്ലൂ കളറിലെ ബിൽഡിംഗ് ആണ് അബുദാബിയിലെ ടോളസ്റ്റ് ടവർ. നമ്മള് നാളെ ബുർജ് ഖലീഫയ്ക്ക് പോകും അല്ലെ? നാളെ നമ്മൾ ലോകത്തിലെ ടോളസ്റ്റ് ടവറിലേക്ക് പോകും. 828.9 മീറ്റർ ഹൈറ്റുള്ള ടോളസ്റ്റ് ടവറിൽ നാളെ നമ്മൾ പോകും. ഇത് അബുദാബിയിലെ ടോളസ്റ്റ് ടവർ 321.4 മീറ്റർ ഹൈറ്റ് ആണ്. അത് റെസിഡൻഷ്യൽ പ്ലസ് കൊമേഴ്ഷ്യൽ ടവർ ആണ്. ഇതിന്റെ പേരാണ് ബുർജ് മുഹമ്മദ് ബിൻ റാഷിദ് ടവർ. ബുർജ് മുഹമ്മദ് ബിൻ റാഷിദ് ടവർ എന്നാണ് ഈ ടവറിന്റെ പേര്. അതായത് ഈ മുഹമ്മദ് ബിൻ റാഷിദ് എന്ന് പറയുന്നത് ആരാ? അദ്ദേഹമാണ്, ഞാൻ നിങ്ങളോടല്ലേ രാമായണം മുഴുവൻ ചൊല്ലിയിരുന്നത്. ഓക്കെ, ബുർജ് മുഹമ്മദ് ബിൻ റാഷിദ് എന്ന് പറയുന്നത് ദുബായിലെ റൂളറാണ്. അബുദാബിയിലെ ടോളസ്റ്റ് ടവറിന്റെ പേര് ദുബായിയുടെ റൂളറിന്റെ പേരും, ദുബായിലെ ടോളസ്റ്റ് ടവറിന്റെ പേര് ബുർജ് ഖലീഫ. ഈ ബുർജ് എന്ന് പറയുന്നത് അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ബിൽഡിംഗ്. ഖലീഫ എന്ന് പറയുന്നത് ഇപ്പൊ ഭരിക്കുന്ന മുഹമ്മദ് ബിൻ സായിദിന്റെ ബ്രദർ ആയിരുന്നു ഷെയ്ഖ് ഖലീഫ. നിങ്ങൾ ഇവിടുന്ന് കുറച്ചത് വേണം. ഷെയ്ഖ് ഖലീഫ അദ്ദേഹം കഴിഞ്ഞ വർഷം മരണപ്പെട്ടു. അദ്ദേഹമായിരുന്നു UAE പ്രസിഡന്റ്. അദ്ദേഹമായിരുന്നു അബുദാബിയുടെ മുന്നത്തെ റൂളർ. അപ്പോ ദുബായിലെ ടോളസ്റ്റ് ടവറിന്റെ പേര് അബുദാബിയുടെ റൂളറിന്റെ പേരും, അബുദാബിയിലെ ടോളസ്റ്റ് ടവറിന്റെ പേര് ദുബായിലെ റൂളറിന്റെ പേരുമാണ്. ഓക്കെ, അവർ ഐക്യല്ലേ? അത് വേൾഡ് ട്രേഡ് സെന്റർ കണക്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ നമ്മള് ഡൗൺ ടൗണിലൂടെ പോവാണ്. നേരെ ഇനി നമ്മൾ മോസ്കിലോട്ടാ പോകുന്നത്. മോസ്കിന്റെ കുറച്ച് പ്രത്യേകതകളും കഥകളൊക്കെ ഏകദേശം എത്താനാവുമ്പോ ഞാൻ പറയില്ല, നിങ്ങൾ മറന്നുപോയാലോ? ടെമ്പിളിന്റെ നമുക്ക് നമ്മുടെ ഐറ്ററി ഇല്ലാത്തതാണ്. മാക്സിമം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ഷുവർ ആയിട്ട്. നമ്മളതിന് ഒന്ന് ഔട്ട് സൈഡ് വ്യൂവിൽ നമ്മൾ മാക്സിമം ഉറപ്പായിട്ട് മാക്സിമം സ്റ്റെപ്പ് നമ്മൾ ടൈം നോക്കാം. കാരണം സംഭവങ്ങളൊക്കെ മാക്സിമം നമ്മൾ ട്രൈ ചെയ്യും. ഷുവർ ആയിട്ട് അമ്മച്ചീനായിട്ട് എടുക്കണേ, അമ്മച്ചീനെ എടുക്കണേ. maximum I will try my best. Okay. ഞാൻ ട്രെയിൻ മാക്സിമം നമ്മൾ ട്രെയിൻ പക്ഷേ നമുക്ക് ഷെഡ്യൂൾ ഉണ്ടല്ലോ. കെട്ടിടങ്ങളൊക്കെ കാണാം. ഇപ്പോ നിങ്ങളോട് ഇനി ഞാനൊരു 2-3 ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഓക്കെ, എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും ആൻസർ അറിയാവുന്ന ആളുകളാണ്. അപ്പോ ഒരു ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ എല്ലാവർക്കും അറിയാവുന്ന കാര്യം, UAEയുടെ നാഷണൽ ട്രീ ഏതാണ്? പാം ട്രീ ആണ്. എല്ലാവർക്കും പാം ട്രീ ആണ്. പാം ട്രീ അല്ല. UAEയുടെ നാഷണൽ ട്രീ ആണ് കാഫ് ട്രീ. GHA ട്രീ. അറിഞ്ഞായിരുന്നില്ലേ? കാഫ് മല കണ്ട പൂങ്കാറ്റേ, കാണിക്ക നീ ഒന്ന് വന്നാട്ടെ, കാരക്ക കായ്ക്കുന്ന നാടിന്റെ 100 കിസ്സ പറഞ്ഞാട്ടെ. ആ പാട്ട് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല? അങ്ങനെ ഒരു മാപ്പിളപ്പാട്ടുണ്ട് നമ്മുടെ നാട്ടില്. കേട്ടിട്ടില്ലേ? കാഫ് മല കണ്ട പൂങ്കാറ്റേ എന്ന് പറഞ്ഞിട്ട്. അതായത് കാഫ് ട്രീ ആണ് UAEയുടെ. ഞാൻ ഇനി കാണാത്തവർക്ക് ഒന്നുകൂടി കാണിച്ചു തരാം. അത് കൂടുതലും മരുഭൂമിയിൽ ഉണ്ടാവുന്ന ട്രീ ആണ് കാഫ് ട്രീ. എന്തുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ പാം ട്രീ ഉണ്ടായിട്ടും കാഫ് ട്രീ UAE നാഷണൽ ട്രീ ആക്കി വെച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് കാലത്ത് ഇവര് മരുഭൂമിയിൽ താമസിച്ചിരുന്ന സമയത്ത് ഈ കാഫ് ട്രീയുടെ ഇല, നമുക്കിപ്പോ ഫീവർ ഒക്കെ വരില്ലേ, നമുക്ക് രോഗം, അന്ന് ഹോസ്പിറ്റലൊന്നും ഇല്ലല്ലോ, മെഡിസിൻ ഒന്നും ഇല്ലല്ലോ. അപ്പൊ ഈ കാഫ് ട്രീയുടെ ഇല ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് അത് കുടിച്ചിട്ടാണ് ഇവര് നമ്മുടെ മെഡിസിൻ ആയിട്ട്, ആയുർവേദിക് റെമഡിക് മെഡിസിൻ ആയിട്ട് യൂസ് ചെയ്തിരുന്നത്. ഈ കാഫ് ട്രീയുടെ ഇലയാണ്
ഒട്ടകങ്ങൾ കഴിച്ചിരുന്നത്. ഈ കാഫ് ട്രീയുടെ വുഡ് കൊണ്ടാണ് ഇവര് വീടുകൾ ഉണ്ടാക്കിയിരുന്നത്. ഈ കാഫ് ട്രീയുടെ ഇലകൾ ഇവര് പല ഭക്ഷണത്തിലും ഏഡ് ചെയ്ത് കഴിച്ചിരുന്നു എന്ന് വരെ. അത് വിചാരിച്ച് ഇപ്പൊ ആരും കൊണ്ടുപോയിട്ട് ചൂടുവെള്ളത്തിന് കുടിക്കുകയും കഴിക്കുകയും ചെയ്യരുത്. ഇന്നത്തെ കാലഘട്ടവും അന്നത്തെ കാലഘട്ടവും ഡിഫറെന്റ് ആണ്. ഓക്കെ, അപ്പോ അത് ഉപയോഗിച്ചിരുന്നു. അതുകൊണ്ടാണ്. പിന്നെ അതിനൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാലത്തോളം വെള്ളം ഇല്ലാതെ തന്നെ നിൽക്കാൻ സർവൈവ് ചെയ്യാനുള്ള കഴിവ് കാഫ് ട്രീക്ക് ഉണ്ട്. അതിന്റെ നെർവ്സുകള് ഏകദേശം 3 കിലോമീറ്ററിലധികം പോയിട്ട് വെള്ളം കളക്ട് ചെയ്യുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യം, യുഎഇയുടെ നാഷണൽ എനിമൽ എന്താണ്? ഒട്ടകം. ഒട്ടകമാണല്ലേ? അല്ലേ? എല്ലാവരുടെ ഉത്തരം ഒട്ടകമാണല്ലേ? ചെമ്മരിയാട്. കാട്ടാന. പെർഫെക്റ്റ് ആൻസർ. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ? ചെമ്മരിയാട്. ഓക്കെ, വലിയ കുഴപ്പമില്ല. അത് ഏകദേശം അടുത്ത് വരുന്നുണ്ട്. അറേബ്യൻ ഒറിയക്സ് ആണ്. അറേബ്യൻ ഒറിയക്സ് എന്ന് വെച്ച് കഴിഞ്ഞാല് അതൊരു തരം മാനാണ്. നമ്മള് മേലെ കൊമ്പുകളൊക്കെ ഉള്ള ഒരു തരം മാനാണ്. അബു ദാബി എന്ന് വെച്ചാൽ അബുദാബിയുടെ അർത്ഥം എന്താണെന്ന് ആരും ചോദിച്ചില്ലല്ലോ. ഈ ഗ്രൂപ്പിൽ വലിയൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഓക്കെയാണ്. കൂടുതൽ ലാസ്റ്റ് ചോദിക്കോ? നിർത്തി വെച്ചേക്കാണോ? ഞാന് ദുബായിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് വരെ ഞാൻ ഭയങ്കര കോൺഫിഡന്റിലാണ് നമ്മളെ ഗ്രൂപ്പിന്റെ ഒപ്പം വന്നത്. ഞാൻ വിചാരിച്ചു ഓക്കെ ഇന്നലൊക്കെ നമ്മൾ സെറ്റ് ചെയ്തു. ഇവിടെ വന്ന് ഇൻട്രൊഡക്ഷൻ നടത്തിയപ്പോ ഹൈലി എന്നെക്കാളും 100 ഇരട്ടി വേഗതയിലും സ്പഷ്ടതയിലും സ്പീച്ച് ചെയ്യുന്ന ഒരുപാട് ആളുകള്, പാട്ട് പാടുന്ന ആളുകള്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇപ്പൊ ഞാൻ സംസാരിച്ചിട്ട് വലിയ കാര്യം ഉണ്ടാവും.